നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് BJP ജില്ലാ കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഭീകരാക്രമണത്തിന്റെ മുറിവുണക്കാൻ നാടൊന്നിക്കണമെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. മണ്ണുത്തി സന്തോഷ് നഗറിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിൽ മരമൊടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി SNDP ശാഖ ചതയദിന പ്രാർത്ഥനയും പഹൽഗാമിൽ മരിച്ച 27 പേർക്ക് വേണ്ടി പ്രാർത്ഥനയും അനുശോചനവും രേഖപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അനുശോചന യോഗം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ നേതാക്കളായ സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തോയക്കാവ്, ഡോക്ടർ V. ആതിര, നിജി KG, സൗമ്യ സലേഷ് എന്നിവർ പ്രസംഗിച്ചു. ദിനേഷ് കുമാർ K. വിപിൻ, ഐനിക്കുന്നത്ത്, രഘുനാഥ്, പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണം മുറിവുണക്കാൻ നാടൊന്നിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. ഭീകരാക്രമണം ഹൃദയഭേദകമാണെന്നും മുറിവുണക്കാൻ നാട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. കൊല ചെയ്യപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ, നേതാക്കളായ O. അബ്ദുറഹ്മാൻ കുട്ടി, PA മാധവൻ, MP വിൻസെന്റ്, അനിൽ അക്കര, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയേൽ, CO ജേക്കബ്, നിജി ജസ്റ്റിൻ, CA സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തി സന്തോഷ് നഗറിൽ ഓടിട്ട വീട് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് ഭാഗികമായി തകർന്നു. സംഭവം നടക്കുമ്പോൾ വീടിനുള്ളിൽ വീട്ടമ്മയും നടക്കാൻ പോലും കഴിയാത്ത മുത്തശ്ശിയും ഉണ്ടായിരുന്നെങ്കിലും പരിക്ക് പറ്റിയില്ല. ഞാൻ പേടിച്ചിട്ട് ചേട്ടൻ വാതിലൊക്കെ അടച്ചു പൂട്ടി. ഇവ ഇപ്പൊ വന്നിട്ടുള്ളൂ. പേടിച്ചിട്ട് ഞാൻ അകത്തേക്ക് പോയി. അമ്മാവള്ളാണേ. അപ്പൊ അത് കാരണം അമ്മാമി ഉണ്ടായിരുന്നോ വീടിന്റെ? വീട് അമ്മാമിക്ക് തീരെ നടക്കാനൊന്നും വയ്യാട്ടാ. അതാണേ അവിടെ കിടക്കണ അവിടെ കൊണ്ട് കിടത്തിരിക്കുക. അത് ശരി ശരി. ഈ ഇതിങ്ങനെ മുറിഞ്ഞു വീണ സമയത്ത് ഇവിടെ വേറെ ആൾക്കാർ ഇവിടെ കിടത്തിച്ചേട്ടാ. നടത്തറ പൂച്ചട്ടിയിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ കാറ്റിൽ മരത്തിന്റെ കൊമ്പുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനിൽ വീണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നടത്തറ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ 50 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു നശിച്ചതായി KECB പറഞ്ഞു. ഒല്ലൂക്കര ക്ഷേത്രത്തിലെ 2 കൂറ്റൻ ആൽമരം വീട് വൈദ്യുതി കാലുകൾ ഒടിഞ്ഞ് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. സജ്ജീകരണങ്ങളെല്ലാം പെർഫെക്റ്റ്. കാത്തിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ വൻ പങ്കാളിത്തം. കേരളത്തിന്റെ വികസനത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ തൃശൂരിൽ തൊഴിൽ പൂരം തീർക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളും പുതിയ കാഴ്ചപ്പാടുകളും പ്രയോജനപ്പെടുത്തി തൊഴിൽ രഹിതരില്ലാത്ത കേരളത്തെ പടുത്തുയർത്തുകയാണ് വിജ്ഞാന തൃശൂർ. തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയറിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 26-ന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയറിന്റെ രജിസ്ട്രേഷനും പരിശീലന പരിപാടികളും കാര്യക്ഷമമായി പുരോഗമിക്കുന്നു. 20,000-ലധികം ഉദ്യോഗാർത്ഥികളെ പ്രതീക്ഷിക്കുന്ന ജോബ് ഫെയറിന്റെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ സജ്ജീകരണങ്ങൾ സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ 24 ജോബ് സെന്ററുകൾക്കും രജിസ്ട്രേഷനായി പ്രത്യേകം കൌണ്ടറുകളുണ്ട്. തൃശൂരിലെത്തുന്ന ഉദ്യോഗാർത്ഥികളെ സെന്ററുകളിൽ എത്തിക്കാൻ KSRTCയും പൊതുവാഹന സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തും. സ്വകാര്യ വാഹനങ്ങളിൽ നേരിട്ടെത്തുന്നവർക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി, കേരള പോലീസ് അക്കാദമി, വിജ്ഞാന സാഗർ, GVHSS രാമവർമ്മപുരം എന്നീ സ്ഥാപനങ്ങളിലെ ഗ്രൗണ്ടുകളിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. ജോബ് ഫെയർ നടക്കുന്ന ക്യാമ്പസുകളിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. ലഘുഭക്ഷണവും കുടിവെള്ളവും ആവശ്യമായ സ്റ്റാളുകൾ ഒരുക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ NCC, NSS വളണ്ടിയർ സേവനവും ഉണ്ട്. വിമല കോളേജ് ഉദ്യോഗസ്ഥർ, വിവിധ സർക്കാർ വകുപ്പുകളിലെ ജില്ലാ ഉദ്യോഗസ്ഥർ, ടെലികോം കമ്പനി പ്രതിനിധികൾ, സാങ്കേതിക ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു.
സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ മേളയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കം 2025 സംഘടിപ്പിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 26 നടത്തുന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ പരിശീലനം നൽകുക, ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ആശങ്കകൾ പരിഹരിച്ച് മികച്ച രീതിയിൽ ഇന്റർവ്യൂ നേരിടാൻ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, പഞ്ചായത്ത് അംഗം ഷാജി വാരപ്പെട്ടിയിൽ എന്നിവർ സംസാരിച്ചു. സ്കിൽ ട്രെയിനർ ശ്രുതി KS ക്ലാസ് എടുത്തു. നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്നത് നമ്മൾ സാധാരണ വീടുകളിൽ നിന്ന് വരുന്നവരായിട്ട് നമുക്ക് തൊഴിൽ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ അതെന്താണ് പ്രസന്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ആശങ്ക നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. എല്ലാ ആളുകളിലും ഉണ്ടാവും ഒരു പാഴ്പാട്. നിരന്തരം ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പകപ്പും ആശങ്കയും, എന്താണ് അത് ചോദിക്കുക, എങ്ങനെയാണ് ഞാൻ, അങ്ങനെ ഒരു പിന്നോട്ടടിയും കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ല ഏപ്രിൽ 26 ഇവിടെ പറഞ്ഞ സ്ഥലങ്ങളിലെ എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ്, പിന്നെ ഒരു സ്ഥലം കൂടി ഉണ്ടല്ലോ, 3 ഇടങ്ങളിലായിട്ട് നമുക്ക് ഈ തൊഴിൽ മേള നടക്കുന്നുണ്ട്. അതിലേക്ക് പങ്കെടുപ്പിക്കാനായിട്ട് ദിവസങ്ങളോളമായി പഞ്ചായത്തിൽ രജിസ്റ്റർ. തോമസ് വധത്തിന് 1/4 നൂറ്റാണ്ടായെങ്കിലും സത്യം പുറത്തുകൊണ്ടുവരാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണമെന്ന് വാർത്താസമ്മേളനത്തിൽ കുടുംബവും പൗരസമിതിയും ആവശ്യപ്പെട്ടു. 2000 ഏപ്രിൽ 25 ചെറുതുരുത്തി ചുങ്കത്തുള്ള നാദം കാസറ്റ് കട നടത്തുന്ന ഉടമ തോമസ് വെടിയേറ്റ് മരിച്ചു. ചെറുതുരുത്തി സ്വദേശിയും പാണ്ടിക്കാട്ട് സ്പെഷ്യൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കമാൻഡറായിരുന്ന പോലീസ് സൂപ്രണ്ട് രാധാകൃഷ്ണന്റെ സെക്യൂരിറ്റി ഗാർഡ് റയനോൾ ബി ഫെർണാണ്ടസിന്റെ കൈവശമിരുന്ന സർവീസ് തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയാണ് തോമസിന്റെ ജീവൻ കവർന്നത്. വെടിയുണ്ട വായിലൂടെ തുളച്ചു കയറിയതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തോമസ്. കാസറ്റ് കടയിൽ മുൻപരിചയമില്ലാത്ത ഒരാൾ കയറി ചെന്ന് സർവീസ് റിവോൾവറിൽ നിന്നും വെടിയുതിർത്ത് കടയുടമയുടെ മരണം സംഭവിക്കാൻ ഇടയായത് ദുരൂഹതകൾ നിറഞ്ഞിരുന്നു. ആത്മഹത്യയെന്ന പോലീസ് നിഗമനം സംശയാസ്പദമായ സാഹചര്യത്തിൽ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അന്വേഷണം നടത്തിയതെങ്കിലും പോലീസ് അന്വേഷണത്തെക്കാൾ ദുർബലമായിരുന്നു. CBI അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലും. ഏക പ്രതിയായ റയനോൾഡ് മോചിതനായി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും കേസ് എത്തിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. 1/4 നൂറ്റാണ്ടായെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വീണ്ടും ഒരു അംഗത്തിനിറങ്ങുകയാണ് കുടുംബവും പൗരസമിതിയും. വാർത്താ സമ്മേളനത്തിൽ തോമസിന്റെ സഹോദരൻ NA ആന്റോ, പൗരസമിതി പ്രസിഡന്റ് ശ്രീധരൻ തേറമ്പിൽ എന്നിവർ പങ്കെടുത്തു. അഭിപ്രായം ചോദിച്ചുകൊണ്ട് സർക്കാരിന് കോടതി കത്തയച്ചു. അപ്പോൾ മുഖ്യമന്ത്രി കോടതിക്ക് നിർദ്ദേശം നടത്തി അന്വേഷണം നടത്തുകയാണ്. അതിൻ്റെ കത്ത് എനിക്ക് വ്യക്തിപരമായ എനിക്ക് കത്ത് അദ്ദേഹം അയച്ചു. കോടതി വന്നു, CBI അന്വേഷണം വന്നു. കോളക്കുളം കേസിൽ വളരെ വിഖ്യാതനായ നന്ദകുമാരൻ നായരുടെ നേതൃത്വമാണ്. നേതൃത്വമൊന്നുമില്ല, 2-3 ആൾ, ഒരു ടീമും പോലെ ഒരു ഓർഡറിൽ പോലീസുകാരനും പിന്നെ ഒരു ആളെ സഹായിക്കാനും ഒരു അന്വേഷണമില്ല. വെറുതെ ഗസ്റ്റ് ഹൗസിൽ വന്ന് റൂമുണ്ട്, ഔദ്യോഗികമായിട്ട് അവിടെ താമസിക്കുന്നതാണ് നിയമം. താമസിക്കുമ്പോഴാണ് ഇവിടെ ഇവരുടെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മുടെ ഫിലിമിലേക്ക് പിടിച്ച ഓളും സൗകര്യങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും. അതിനെ എതിർത്തുകൊണ്ട് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ വേറെ കാലത്ത് കഴിച്ച് ഒരുപാട് സംഭവം അതിൻ്റെ പിന്നിലില്ല. നമ്മൾ അറസ്റ്റ് ചെയ്തൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ 25ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 25-26 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ശ്രീശങ്കര മണ്ഡപത്തിൽ 25-ന് രാവിലെ പ്രതിനിധി സമ്മേളനം നടക്കും. 26-ന് 3 മണിക്ക് പൊതുസമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. K. രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയാകും. മുതിർന്ന ബസ് ഉടമകളെ മുൻ MLA KK ദിവാകരൻ ആദരിക്കും. കോൺഫെഡറേഷൻ ഭാരവാഹികളും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ PK മൂസ, T. ഗോപിനാഥൻ, VS പ്രദീപ്, N. വിദ്യാധരൻ, ബിബിൻ ആലപ്പാട്ട് എന്നിവർ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടന്നുവരുന്ന ചതയ് ദിന പ്രാർത്ഥനയും കശ്മീരിലെ പഹൽഗാമിലെ ബൈസരണിയിൽ ഭീകരാക്രമണത്തിൽ മരണത്തിനിരയായവർക്ക് അനുശോചന പ്രാർത്ഥനയും ഡോക്ടർ K. ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഗുരുസന്നദ്ധിയിൽ വെച്ച് നടന്നു. സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, PA കുമാരൻ, മുൻ വൈസ് പ്രസിഡന്റ് VR ശ്രീകൃഷ്ണൻ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭന, ഷീബ മോഹനൻ, ശാന്ത ശ്രീധരൻ, സുഭദ്ര കുമാരൻ എന്നിവർ പങ്കെടുത്തു. സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്തിൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ പുതുക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ. ആനന്ദപുരം സ്വദേശി കൊരട്ടിക്കാടൻ വീട്ടിൽ യദുകൃഷ്ണൻ എന്നയാളെ ആനന്ദപുരം കള്ളുഷാപ്പിൽ വെച്ച് മാരകായുധമായ പട്ടിക കൊണ്ടും ചില്ലുകൊണ്ടും തലയിലും നെറ്റിയിലും അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇയാളുടെ ജ്യേഷ്ഠൻ ആനന്ദപുരം സ്വദേശി കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ കാക്കവിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണുവിനെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. വിഷ്ണുവും യദുകൃഷ്ണനും തമ്മിൽ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് തർക്കം മൂലമുള്ള വൈരാഗ്യത്താലാണ് സംഭവം. വീട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ വന്ന് യദുകൃഷ്ണനെ ചികിത്സയ്ക്കായി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോയി. പരാതിയിൽ പുതുക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആനന്ദപുരത്ത് നിന്ന് പാടത്തു നിന്നാണ് അതിസാഹസികമായി വിഷ്ണുവിനെ പിടികൂടിയത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. വിഷ്ണുവിന് പുതുക്കാട് സ്റ്റേഷനിൽ അടിപിടി, മോഷണം, വീട് കയറി ആക്രമണം എന്നീ ക്രിമിനൽ കേസുകളുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് N. കൃഷ്ണൻ, സീനിയർ പോലീസ് ഓഫീസറായ അനീഷ്, ദീപക്, സിവിൽ പോലീസ് ഓഫീസറായ സിനീഷ് കിഷോർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കേരള ഹിസ്റ്ററി കോൺഗ്രസ് സുവർണ ജൂബിലി അവാർഡുകൾ തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. RK ബിജു, വിനായക് നിർമ്മൽ, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട്, ഡോക്ടർ ജോസഫ് ആന്റണി, VM രാധാകൃഷ്ണൻ, ജോർജ് ആലപ്പാട്ട് എന്നിവർ അവാർഡിന് അർഹരായി. മെയ് 15 സെന്റ് തോമസ് കോളേജ് ഹാളിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി, ഡോക്ടർ ജോർജ് മേനാച്ചേരി, ബേബി മൂക്കൻ, ഡോക്ടർ ജോർജ് അലക്സ് എന്നിവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് NK സുബൈദറിന് പാട്ടുപീടികയുടെ സ്മരണാഞ്ജലി എന്ന അനുസ്മരണ പരിപാടി 27 ഉച്ചയ്ക്ക് 2:30 ഓട്ടുപാറ ഡെലീസ റെസിഡൻസിൽ വെച്ച് നടക്കും. സംഗീതത്തോട് അതിയായ താൽപര്യം പുലർത്തിയ അഡ്വക്കേറ്റ് NK സുബൈദിന്റെ സ്വകാര്യ ശേഖരത്തിൽ വിവിധ ഭാഷകളിലുള്ള ക്ലാസിക് ഗാനങ്ങളുടെ ശേഖരവും 10,000-ൽ പരം ഗാനങ്ങളുടെ മൈനസ് ട്രാക്കുകളും ഉണ്ടായിരുന്നു. അമേച്വർ ഗായകർക്ക് മികച്ച വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2017-ൽ സുബൈദിന്റെ നേതൃത്വത്തിൽ പാട്ടുപീടിക എന്ന സംഗീത കൂട്ടായ്മ രൂപവൽക്കരിച്ചു.
അനുസ്മരണ പരിപാടിയിൽ ഹൈക്കോടതി ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, മുരളി പുരുഷോത്തമൻ, ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എൻ സുനന്ദ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും 1ാം ചരമവാർഷികത്തിന് പാട്ടുപീടിക സംഗീത കൂട്ടായ്മയുടെ സ്മരണാഞ്ജലിയിൽ പങ്കെടുക്കും. മോഹനൻ അവണപ്പറമ്പ്, PS നാരായണൻകുട്ടി, പാർവതി ദാമോദരൻ, അനിത ഗോപകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിൽവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഭീകരവാദത്തിനെതിരെ പ്രതിജ്ഞയെടുത്തു. മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ MS ശിവരാമകൃഷ്ണൻ, P ശിവശങ്കരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KP ബേബി, EM ശിവൻ, MC ഗ്രേസി, KK ശശീന്ദ്രൻ, പ്രിയ സുരേന്ദ്രൻ, CV അരുൺ, TS നീരജ, നിഷീദ് എന്നിവർ നേതൃത്വം നൽകി. PV ഗംഗാധരൻ മാസ്റ്റർ സർവോദയ സാമൂഹിക സേവകൻ, കേരള സർവോദയ മണ്ഡലം സംസ്ഥാന ഉപാധ്യക്ഷനും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാനും മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ കൺവീനറും ഭാഷാ അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന PV ഗംഗാധരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ ഗാന്ധി മാർഗ സംഘടനകളുടെ സംയുക്ത യോഗം അനുശോചനം രേഖപ്പെടുത്തി. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച സർവോദയ സമൂഹ സൃഷ്ടിക്കായി ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുകയും സാരഥ്യം വഹിക്കുകയും ചെയ്ത സർവോദയ നേതാവാണ് ഗാന്ധിയൻ ഗംഗാധരൻ മാസ്റ്റർ എന്ന് അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. വയല കൾച്ചറൽ സെന്ററിൽ അനുശോചന യോഗത്തിൽ സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ അധ്യക്ഷനായി. മണ്ഡലം ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രൻ പാറയിൽ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ N രാജഗോപാൽ മാസ്റ്റർ, നിവേദക് PS സുകുമാരൻ, സീതി സാഹിബ് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ PS സീതി മാസ്റ്റർ, തൃശൂർ പബ്ലിക് ലൈബ്രറി ട്രഷറർ ഡേവിസ് കണ്ണമ്പുഴ, ഗാന്ധി ദർശൻ കൺവീനർ VI ജോൺസൺ, PJ കുര്യൻ മാസ്റ്റർ, KA ഗോവിന്ദൻ, KS ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ അട്ടപ്പാടി ITDP ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ ദിവസവേതനാടിസ്ഥാനത്തിലേക്ക് കുക്ക് ഉൾപ്പെടെയുള്ള ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് വാക്ക്-ഇൻ ഇന്റർവ്യൂ. താൽപര്യമുള്ളവർ അട്ടപ്പാടി ലക്കി കോർപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയിൽ മെയ് 6 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ രേഖകൾ സഹിതം ഹാജരാവുക. 7ാം തരം വിജയവും മതിയായ ആരോഗ്യക്ഷമതയുമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 0424254382. മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ ലൂർദ് കത്തീഡ്രൽ ഇടവക അനുശോചനം രേഖപ്പെടുത്തി. മാർ ടോണി നീലങ്കാവിൽ പിതാവ് അനുശോചനം അറിയിച്ചു. സൗമ്യമായ ഇടപെടലുകളിലൂടെ ഹൃദയം കവർന്ന മാർപ്പാപ്പയായിരുന്നുവെന്നും ചേരിത്തിരിവുകൾക്ക് ഇടം നൽകാതെ നല്ല ഇടയനായിരുന്നുവെന്നും പിതാവ് അനുശോചന വേളയിൽ അനുസ്മരിച്ചു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരാൻ, സഹവികാരിമാരായ ഫാദർ പ്രിജോ വടക്കേത്തല, ജീസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സന്നിഹിതരായി. നടത്ത് കൈക്കാരൻ ലൂവി കണ്ണാത്ത്, കൈക്കാരന്മാരായ തോമസ് കോനിക്കര, ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ കാലടിയിൽ പുറകിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ എതിരെ വന്ന ബസ്സിലിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരൻ മരിച്ചു. അന്യസംസ്ഥാന തൊഴിലാളി ബീഹാർ സ്വദേശി 50 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെ പുത്തൂരിൽ നിന്നും കുട്ടനല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഇതേ ദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ എതിരെ വന്ന സ്വകാര്യ ബസ്സിലിടിച്ചു. അപകടത്തിൽ ബസിനും ഓട്ടോറിക്ഷയ്ക്കും ഇടയിൽപ്പെട്ട് പ്രമോദിന് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൂർ കുരിശുമൂലയിലെ പച്ചക്കറി കടയിലെ ജീവനക്കാരനാണ് പ്രമോദ്. തോണിപ്പാറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറും സഹയാത്രക്കാരനും കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഓപ്പറേഷൻ പ്രോ പബ്ലിക്കോ നല്ല നടപ്പ് ജാമ്യവ്യവസ്ഥ ലംഘിച്ച 3 പേർ കരുതൽ തടങ്കലിൽ. നല്ല നടപ്പിനുള്ള ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പുതിയ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പടിയൂർ മുറ്റിച്ചൂർ സ്വദേശി ഹിരത്ത്, പടിയം പുളമ്പുഴക്കടവ് ഫ്രാങ്കോ, വലപ്പാട് ജിത്ത് എന്നിവരെ BNSS വകുപ്പ് പ്രകാരം 141 പ്രകാരം തടങ്കലിലാക്കി. നിരന്തരം പൊതുസമാധാനം തകർക്കുന്ന രീതിയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളെ അതിൽ നിന്ന് തടയാനാണ് നാഗരിക സുരക്ഷാ സംഹിത പ്രകാരമുള്ള ബോണ്ട് വാങ്ങുന്നത്.
വാടാനപ്പള്ളി, അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതികളാണ്. അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അടിപിടി തുടങ്ങിയ പൊതുസമാധാനം തകർക്കുന്ന തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളിലും ഏർപ്പെട്ടിട്ടുണ്ട് ഇവർ. ബോണ്ട് വ്യവസ്ഥ നിലനിൽക്കെ നല്ല നടപ്പ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വധശ്രമ കേസിൽ പ്രതികളായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് തടങ്കലിലാക്കിയത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ISHO സുബീന്ദ് എന്നിവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അഖിൽ വി മേനോൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് BJP ജില്ലാ കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഭീകരാക്രമണത്തിന്റെ മുറിവുണക്കാൻ നാടൊന്നിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. മണ്ണുത്തി സന്തോഷ് നഗറിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിൽ മരമൊടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി SNDP ശാഖ ചതയദിന പ്രാർത്ഥനയും പഹൽഗാമിൽ മരിച്ച 27 പേർക്ക് വേണ്ടി പ്രാർത്ഥനയും അനുശോചനവും രേഖപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.